പുന്നമടക്കായലിലെ ജലമേളയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രം. നാളെയാണ് നെഹ്റു ട്രോഫി വള്ളംകളി. ഓളപ്പരപ്പിലെ പുതിയ രാജാവിനെ അറിയാൻ കാത്തിരിക്കുകയാണ് വള്ളംകളി പ്രേമികൾ. ഓളപ്പരപ്പിലെ ആവേശം നാളെ രാവിലെ 6 മണി മുതൽ 24-ൽ തത്സമയം കാണാം. ഏറ്റവും പുതിയ വിവരങ്ങളും കാഴ്ചകളുമായി എസ് ശ്യാംകുമാർ ആലപ്പുഴയിൽ നിന്ന് ചേരുന്നു. ശ്യാമ, എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായല്ലോ? കനത്ത മഴ ഇടയ്ക്കിടെ പെയ്യുന്നത് ആവേശം കെടുത്തുമോ? ആലപ്പുഴക്കാർക്ക് മഴയും വെള്ളവും ഒന്നും നെഹ്റു ട്രോഫിയുടെ ആവേശം കെടുത്തുന്ന ഒരു ഘടകമേ അല്ല. കാരണം ആലപ്പുഴയുടെ ദേശീയോത്സവമാണ് വള്ളംകളി. അതിൻ്റെ അവസാനഘട്ട ഒരുക്കത്തിന് ഇനി പെരുമഴ കുത്തിപ്പെയ്താലും ഇവിടെ ഒരു തുള്ളി ആവേശം കുറയില്ല എന്നുള്ളത് ഉറപ്പാണ്. അതിൻ്റെ അവസാനവട്ട ഒരുക്കത്തിലാണ് ആലപ്പുഴ ആകെ. ഇപ്പോൾ ഈ കാണുന്ന നെഹ്റു പവലിയനിലൊക്കെ അവസാനവട്ട ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഒരുക്കങ്ങളൊക്കെ എന്തായെന്നറിയാനായിട്ട് ഇടയ്ക്ക് ഇങ്ങനെ നാട്ടുകാരിങ്ങനെ ചെറിയ വള്ളത്തിലൊക്കെ വരും. എല്ലാം ശരിയാണോ എന്ന് ഉറപ്പിച്ച് അവരിങ്ങനെ കണ്ടൊക്കെ പോകും. അതിൻ്റെ ഇടയ്ക്ക് ആളുകൾ, മറ്റാളുകൾ, സഞ്ചാരികളായിട്ട് എത്തിയവരൊക്കെ, ഇതിൻ്റെ ആദ്യ കാഴ്ചകളൊക്കെ കാണുന്നവരൊക്കെ ഇങ്ങെത്തും. അങ്ങനെ ആവേശത്തിൻ്റെ പരകോടിയിലേക്ക് എത്തിയിരിക്കുകയാണ് ആലപ്പുഴ. ഈ പ്രാവശ്യം വലിയൊരു പ്രത്യേകതയുണ്ട്. ഓളപ്പരപ്പിന് തീ പിടിക്കുമെന്ന് സാധാരണ പറയുന്ന പോലെയല്ല. 6ാമത്തെ കിരീടം തേടിയാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് എത്തുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഈ ചുണ്ടിനും കപ്പിനും ഇടയിൽ പോയ പോലെ, ട്രോഫി പോയ പോലെ, അതുകൊണ്ട് ഇത്തവണ അവിടെ മത്സരം അങ്ങ് കൊഴുക്കും. അതുപോലെ എല്ലാവരും 75 വള്ളങ്ങളാണ് നാളെ വിവിധ വിഭാഗങ്ങളിലായിട്ട് ഈ പുന്നമടയുടെ ട്രാക്കിലേക്ക് ഇറങ്ങാനായിട്ട് അങ്ങനെ കാത്തിരിക്കുന്നത്. അതുകൊണ്ട് രാവിലെ മുതൽ വെയിലിനെയും മഴയെയും ഒക്കെ മാറ്റിവെക്കുന്ന വള്ളംകളിയുടെ ആവേശം കോരിച്ചൊരിയുന്ന രീതിയിലുള്ള ആവേശമായിരിക്കും നാളെ രാവിലെ മുതൽ ഇവിടെ ഉണ്ടാകുക. 6 മണി മുതൽ നാളെ നഗരത്തിലും അതിൻ്റെ നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാകും. രാവിലെ തെക്കനോടിയുടെയും ചെറുവള്ളങ്ങളുടെയും ഒക്കെ ഹീറ്റ്സും മറ്റുമൊക്കെ നടക്കും. ഉച്ചയോടുകൂടി ഉദ്ഘാടനത്തിന് ശേഷമായിരിക്കും മുഖ്യമന്ത്രി അടക്കമുള്ളവർ പങ്കെടുക്കുന്ന ചടങ്ങിൽ ട്രയൽസ് നടക്കുക, ഹീറ്റ്സ് നടക്കുക. അങ്ങനെ ഓരോ ട്രാക്കിലൂടെയും വെള്ളത്തെ, പുന്നമടയെ തീ പിടിപ്പിച്ചുകൊണ്ട് ചൂണ്ടന്മാർ നാളെ ഇവിടെ ഇറങ്ങും. കുട്ടനാടിൻ്റെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഒക്കെ നാളെ ലോകത്തിനു മുന്നിൽ വിളംബരം ചെയ്യുന്ന ഒരു വള്ളംകളിയാകും നടക്കുക. അതിനൊപ്പം തന്നെ പുതിയ ജലരാജാവ് ഉണ്ടാകുമോ, അതോ 6ാമത്തെ ട്രോഫി വീണ്ടും പള്ളാത്തുരുത്തിക്ക് തന്നെ പോകുമോ? പരമ്പരാഗത വൈരികളായ UBC, വില്ലേജ് ബോട്ട് ക്ലബ്ബ്, അങ്ങനെ പേരെടുത്ത് പറയേണ്ട ജലരാജാക്കന്മാർ, തലപ്പൊക്കമുള്ള ജലരാജാക്കന്മാർ, ജലപ്പൊക്കമുള്ള ജലരാജാക്കന്മാർ, അവരൊക്കെ എത്തുന്ന നാളത്തെ വള്ളംകളിയുടെ അവസാന വട്ടത്തിന്റെ ആവേശത്തിലാണ് പുന്നമട ആകെ. വിജയകുമാർ, യെസ്, PBC 6ാം കിരീടം നേടുമോ? തുടർച്ചയായ 6ാം കിരീടം നേടുമോ? അതോ UBC കൈനകരി അതിൻ്റെ പഴയ പ്രഭാവത്തിലേക്ക് തിരിച്ചു വരുമോ? വില്ലേജ് ബോട്ട് ക്ലബ്ബ് അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമോ? അങ്ങനെ ചോദ്യങ്ങൾ പലതാണ്. ശ്യാം സൂചിപ്പിച്ചതുപോലെ ഓളപ്പരപ്പിൽ നാളെ എന്തായാലും തീപിടിക്കും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.